ദൈവത്തിന്റെ അസ്തിത്വത്തിന് തെളിവ്. നിർണായക കണ്ടെത്തലുമായി ഹാർവാർഡിലെ ഡോക്ടർ മില്ലി സൂ. ഹായ്, ബൈജുരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ ഇറങ്ങി വൈറലായിട്ടുള്ളൊരു ന്യൂസാണിത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോഫിസിസ്റ്റ് ഡോക്ടർ മില്ലി സൂ ദൈവം ഉണ്ട് എന്നതിന് തെളിവായിട്ട് ഇക്വേഷൻ എല്ലാം കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത. എന്താണ് യാഥാർത്ഥ്യം? ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫൈൻ ട്യൂൺ യൂണിവേഴ്സ്, അതായത് ജീവികളെല്ലാം ഉണ്ടാകുവാൻ തക്ക പാകത്തിനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 1380 കോടി വർഷം മുന്നേ ബിഗ് ബാങ് വഴിയാണ് പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ജീവികൾ ഉണ്ടാവുന്ന തരത്തിൽ, അതായത് ആ പ്രത്യേക അനുപാതത്തിലാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെയും കൂട്ടരുടെയും വാദം. ഫൈൻ ട്യൂൺ യൂണിവേഴ്സ്. നമ്മുടെ മിക്ക മതങ്ങളും പറയുന്നത് ഇതുപോലെയുള്ള ഒരു ദൈവത്തെയാണോ? ചില മതങ്ങളിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ജീവികളും താനേ ഉണ്ടായി, മനുഷ്യരെ മാത്രം ദൈവം സൃഷ്ടിച്ചു എന്നാണ്. ഇനി മറ്റു ചില മതങ്ങളിലാണെന്നുണ്ടെങ്കിൽ ജീവികളെ എല്ലാം ഉണ്ടാക്കിയത് ദൈവം തന്നെയാണ്, പക്ഷെ മനുഷ്യരെ അവസാനം ഉണ്ടാക്കി. ആദവും ഹവ്വയും എല്ലാം ഉണ്ടായ സമയത്ത് പാമ്പും ആപ്പിൾ മരവും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇനി ചില മതങ്ങളിലാണെന്നുണ്ടെങ്കിൽ ദൈവം ഭൂമിയെ പ്രത്യേകമായിട്ടുണ്ടാക്കി, അവിടെയുള്ള ജീവികളെയും ഉണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രത്തിൽ പറയുന്നതാണ് റെയർ എർത്ത് ഹൈപ്പോത്തിസിസ്. ഭൂമി പ്രത്യേകമായിട്ടുണ്ടാക്കിയതാണ്, അത് കാരണം മാത്രമാണ് ഭൂമിയിൽ മാത്രം ജീവനുള്ളത് എന്നാണ്. അതിന് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ മറ്റു ഗ്രഹങ്ങളിലും ചന്ദ്രനിലും ഒന്നും ജീവൻ കണ്ടെത്താൻ കഴിയാതിരുന്നത്. നമ്മൾ കാണുന്ന മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ ഇതുപോലുള്ള ഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ അവിടെ ഒന്നും ജീവൻ ഉണ്ടാവണമെന്നില്ല. ഭൂമി സ്പെഷ്യലാണ്, അത് കാരണം മാത്രമാണ് ഇവിടെ ജീവനുള്ളത് എന്നാണ്. അതുപോലെ ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ മില്ലി സൂണും പറയുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് ജീവികൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ജീവിക്കാൻ പാകത്തിന് അനുപാതത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഭൗതിക നിയമങ്ങൾ ജീവികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കൃത്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സൃഷ്ടാവിന്റെ ആവശ്യമുണ്ട് എന്നാണ് ഇദ്ദേഹവും കൂട്ടരും വാദിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ മതത്തിലും മറ്റുമുള്ള സൃഷ്ടിവാദം തന്നെ. ഇതിനുള്ള ഇക്വേഷൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ നോക്കിയിട്ട് ഇക്വേഷൻ ഒന്നും കണ്ടില്ല, അത് കാരണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധ്യമല്ല. എന്നാൽ ഇതുപോലെയുള്ള ഇക്വേഷനുകൾ പണ്ടുമുണ്ട്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുന്നേ 1928 ഡിറാക് ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഏകദേശം 100 വർഷം ആവാറായി. അത് നമ്മൾക്കൊരു അത്ഭുതം തന്നെയാണ്. ഇത് മാത്രമല്ല, ഇതുപോലുള്ള പല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അത്ഭുതങ്ങളായിട്ടുണ്ട്. ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത കാര്യം മാത്രമാണ്. എന്നാൽ അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സിമ്പിൾ ആയിരുന്നോ എന്ന് നമ്മൾ വിചാരിക്കും. ഉദാഹരണത്തിന് ഒരു മാജിക്. ഈ മാജിക് കാണുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെടും. എന്നാൽ അതിന്റെ പിന്നിലുള്ള രഹസ്യം അറിഞ്ഞാലോ ഇത്രയോ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. അതുപോലെ അറിയാത്തൊരു കാര്യമായത് കാരണമാണ് ഇദ്ദേഹത്തിനും കൂട്ടർക്കും ഇത് അത്ഭുതമായി തുടരുന്നത്. ഇനി എന്താണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം. ഇനി ഇദ്ദേഹം വളരെ പേര് കേട്ട ഒരു ശാസ്ത്രജ്ഞനാണോ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ, ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ചാറ്റ് GPT ഒന്ന് സെർച്ച് ചെയ്തു. അതിൽ പറയുന്നത് ഇദ്ദേഹം പ്രസിദ്ധനാണ്, പക്ഷെ ധാരാളം കോൺട്രവേഴ്സികൾ ഇദ്ദേഹത്തെ കുറിച്ചുണ്ട്. അത് കാരണം തന്നെ ഫിസിക്സ് കമ്മ്യൂണിറ്റി ഇദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു ആസ്ട്രോഫിസിസിസ്റ്റ് ആണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മേഖല മെയിനായിട്ട് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാലാവസ്ഥാ വ്യതിയാനവും ഗ്ലോബൽ വാർമിങ്ങുമെല്ലാം. അതുമായി ബന്ധപ്പെട്ട് വളരെ വിവാദങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിസിക്സ് കമ്മ്യൂണിറ്റി ഇദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല. അതിനാൽ തന്നെ നമുക്ക് ഈ വാദങ്ങളൊന്നും കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനാണ് എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഇദ്ദേഹത്തിന്റെ വാക്ക് അംഗീകരിക്കണമെന്നില്ല. എത്ര വലിയൊരാളായാൽ പോലും, ഈവൻ ഐൻസ്റ്റീനോ ന്യൂട്ടനോ ആണെങ്കിൽ പോലും അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അതുപടി എടുക്കുവാൻ സാധ്യമല്ല. അതിന് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ വേണം, അതിന് തെളിവുകൾ വേണം. ഇനി തെളിയിക്കാൻ പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ കൂടി അത് സയൻസ് കമ്മ്യൂണിറ്റി എല്ലാം അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും. തിയറി ആയിട്ട് അത് വരണം. ഇവിടെ ഇതിന് തെളിവോ അല്ലെങ്കിൽ തിയറിയോ ഒന്നുമില്ല. ഇത് ഇദ്ദേഹത്തിന്റെ വെറും ജൽപ്പനങ്ങൾ മാത്രമായിട്ടാണ് ഇപ്പോഴുള്ളത്. ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.